സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടിലേക്ക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇന്ത്യ നിർവീര്യമാക്കിയിരിക്കുന്നത്. 8 മിസൈലുകൾ നിർവീര്യമാക്കി എന്നുള്ള വിവരം കൂടി അവിടെ നിന്ന് ജമ്മുവിൽ നിന്ന് ലഭിക്കുന്നു. ജമ്മുവിൽ പൂർണ്ണമായി വൈദ്യുതി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ടു. ബോംബിങ്ങും ഷെല്ലിങ്ങും നടക്കുന്നു എന്ന സംശയമുണ്ട് എന്ന നിലയ്ക്കാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകുന്നത് ജമ്മു കാശ്മീർ മുൻ DGP SP വൈദ് ആണ് ഈ ഇപ്പോൾ പറഞ്ഞ വിവരങ്ങൾക്ക്. അതായത് മിസൈലും ഇത്തരത്തിൽ നിർവീര്യമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തയ്ക്ക് സ്ഥിരീകരണം നൽകുന്നത്. 15 ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് നേരത്തെ ചെറുത്തു എന്ന് സൈന്യം വെളിപ്പെടുത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജമ്മുവിന് സമീപം 8 മിസൈലുകളെ തകർത്തിരിക്കുന്നത്, ഡ്രോണുകളെ തകർത്തിരിക്കുന്നത് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 5 മിനിറ്റ് മുമ്പാണ് ANI ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഹാസ് ബീൻ എൻഫോഴ്സ്ഡ് ഇൻ കിഷ്വാർ ഓഫ് ജമ്മു ഡിവിഷൻ ആൻഡ് സൈറൻസ് ആർ ബീയിങ് ഹേർഡ് ത്രൂ ഔട്ട് ദ ഡിസ്ട്രിക്ട് എന്നാണ് ANIയുടെ ആദ്യ റിപ്പോർട്ടായിട്ട് കാണുന്നത്. അതാണ് നമ്മളിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടെയാണ് കാണുന്നത്. പാകിസ്ഥാൻ ഹാസ് ടാർഗറ്റഡ് ജമ്മു ആൻഡ് വിത്ത് ആയുധങ്ങളുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എയർ ഡിഫൻസ് ഗൺസ് ആർ ഫയറിംഗ് ബാക്ക് എന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നു. ലിജോ, കൂടുതൽ വിവരങ്ങളുണ്ടോ നമ്മുടെ കൈവശം? ഹർഷൻ, സനീഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഒരു സംഘടിതമായ ഒരു ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ മിസൈലുകൾ, അതോടൊപ്പം തന്നെ ഡ്രോണുകൾ, അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. സാംബ സെക്ടറിൽ, അതോടൊപ്പം തന്നെ RS പുര തുടങ്ങിയ മേഖലകളിൽ ഷെല്ലാക്രമണം ശക്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു വശത്ത് ഷെല്ലാക്രമണം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡ്രോണുകളും അതോടൊപ്പം മിസൈലുകളും അയച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ബഹുമുഖ ആക്രമണം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മിസൈൽ വേദ പ്രതിരോധം കൊണ്ട്, അതായത് S-400 എന്ന റഷ്യൻ നിർമ്മിത മിസൈൽ കൊണ്ട് തന്നെ ഈ മിസൈലുകൾ പ്രതിരോധിക്കുന്നതിനും അത് തകർക്കുന്നതിനും ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രോണുകൾ വെടിവെച്ചിട്ടിട്ടുണ്ട്. ആ തരത്തിൽ ആകാശമാർഗം വന്നിരിക്കുന്ന ഇപ്പോഴത്തെ അപകടങ്ങളെ തരണം ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഷെല്ലാക്രമണവും ആർട്ടിലറിയും ഉപയോഗിച്ചുള്ള ആക്രമണം അത് ഇന്നലെ മുതലേ തുടങ്ങിയതാണ്. ഇന്നും സമാനമായി തന്നെ വളരെ ശക്തമായ തരത്തിൽ അത്തരത്തിൽ ഷെല്ലാക്രമണം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. അഗ്നൂർ, അതോടൊപ്പം തന്നെ ജമ്മു മേഖലയിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഇപ്പോഴുണ്ട്. RS പുര, സാംബ, അഗ്നൂർ തുടങ്ങിയ മേഖലകളിലും ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നു. അങ്ങനെ ആ മേഖല മുഴുവൻ, ജമ്മു കാശ്മീരിന്റെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ആക്രമണം ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിനു പിന്നെ പിന്നാലെ മറ്റൊന്ന് എന്ന നിലയ്ക്ക് തന്നെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ശ്രമം, അതിൽ ഏറ്റവും പ്രധാനമായി ജമ്മു വിമാനത്താവളത്തെയും അതോടൊപ്പം തന്നെ അവിടെയുള്ള സൈനിക താവളത്തെയും കേന്ദ്രീകരിച്ചാണ്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പൂർണ്ണമായി അത് നിർവീര്യമാക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അത് വളരെ ശക്തമായി സൈന്യം അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഷെല്ലാക്രമണം തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഇന്ത്യക്ക് ആളപായം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ദോഷകരമായി ബാധിച്ചത് ഷെല്ലാക്രമണമാണ്. 16 പേർ സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നും സമാനമായ തരത്തിൽ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഷെല്ലാക്രമണം കൂട്ടുന്നു എന്നുള്ളതാണ്. കുപ്വാരയിൽ ഇപ്പോൾ ഒരു സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഫോടന ശബ്ദം ഉണ്ടായെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിലാണ് അത്? അത് അതിർത്തിയിലാണോ, അല്ലെങ്കിൽ അത് ഇന്ത്യ അതിർത്തി കടന്ന് ഇപ്പോഴേക്ക് വന്നോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണം അവിടെ ഉണ്ടാകുന്നു. ജമ്മു വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ മിസൈൽ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ വിവരം. ജമ്മു വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതായത് കുറെ കൂടി തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ആക്രമണം വർദ്ധിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ആക്രമണം രൂക്ഷമാകുന്ന തരത്തിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു, പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പകൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി പുറത്തു വന്ന വാർത്തകൾ, ലാഹോറിലും മറ്റും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുറെ കൂടി ശക്തമായൊരു പ്രതിരോധം, അല്ലെങ്കിൽ ഒരു ശക്തമായൊരു പ്രകോപനം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ മിസൈലുകൾ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബഹുമുഖ ആക്രമണം കരയിലും അതോടൊപ്പം തന്നെ ആകാശത്തു കൂടിയുമുള്ള ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് പൂർണ്ണമായും ആകാശമാർഗമുള്ള ആക്രമണത്തെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായത് പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കരമാർഗമുള്ള ഷെല്ലാക്രമണം, ആർട്ടിലറി ആക്രമണം അത് വളരെ ശക്തമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏത് തരത്തിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. കാരണം രാത്രിയാകുമ്പോഴേക്കും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലേക്ക്, അത് നേരത്തെ ഷെല്ലാക്രമണോ അല്ലെങ്കിൽ വെടിവെപ്പോ മാത്രം എന്നതിൽ നിന്ന് മാറി അത് വ്യോമമാർഗമുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 8 മിസൈലുകളാണ് വന്നത്. ആ 8 മിസൈലുകളും ഇപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനഗറിലും പത്താൻകോട്ടിലും പൂർണ്ണമായും വെളിച്ചമില്ലാത്ത, വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഇത്തരത്തിൽ ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈലുകളോ വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി അത്തരത്തിൽ പൂർണ്ണമായും ഈ മേഖലയിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം, ഒരു വളരെ നേരിട്ടുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഈ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചാബ് അതിർത്തിയിലും സമാനമായ ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ ജമ്മു കാശ്മീർ ലക്ഷ്യമിട്ട് വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകും. ഒപ്പം തന്നെ പഞ്ചാബിലും സമാനമായി പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രകോപനം തുടരുകയാണ്. ഏതാണ്ട് ഇന്ത്യൻ അതിർത്തിയിലെ 6 മേഖലകളിൽ ഇത്തരത്തിൽ പ്രകോപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് വായുമാർഗമുള്ള പ്രകോപനം, ഒപ്പം തന്നെ ഇപ്പോൾ വിവിധ മേഖലകളിൽ ഷെല്ലാക്രമണത്തിൽ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.